ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആവേമരിയ മിനിസ്ട്രിയുടെ വചന സന്ദേശത്തിലേക്ക് ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളിവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് 2 കൊറോന്തിയോസ് 12:6-7 തുടങ്ങുന്ന വചനങ്ങളാണ്. പൗലോസ്ലീഹായ്ക്ക് ഉണ്ടാകുന്ന പീഡകളിൽ നിന്ന് പൗലോസ്ലീഹ കണ്ടെത്തുന്ന സഹനത്തിൻ്റെ മാതൃക എന്താണ്? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട ടോക്ക് ശ്രദ്ധയോടെ കേട്ടിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അവർക്ക് തീർച്ചയായും ഈ വചനം കൂടുതൽ സമ്പൂർണ്ണമായിട്ട് മനസ്സിലാവും. ജീവിതത്തിൽ എന്താണ് മനുഷ്യനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതും അവൻ്റെ സഹനങ്ങൾ എന്തുകൊണ്ട് കടന്നു വരുന്നുവെന്നും അതിലൂടെ ഉണ്ടാകുന്ന വീഴ്ചകൾ എന്താണെന്നും അത്ഭുതങ്ങളിലൂടെ തന്നെ സഹനങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണെന്നും ഒക്കെ. അത് കേൾക്കാത്തവർക്ക് എത്രത്തോളം അത് പൂർത്തീകരണം കിട്ടുമെന്ന് അത് എനിക്ക് പറയാൻ പറ്റില്ല. എന്നാലും അത് കേട്ടിട്ടുണ്ടെങ്കിൽ ഇത് കൂടുതൽ പൂർണ്ണമാവും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അവനിങ്ങനെയുള്ള വചനങ്ങളോ വാക്കുകളോ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള അരുളപ്പാടുകളോ ആത്മാവിൻ്റെ സന്ദേശങ്ങളോ ഒന്നും അല്ല കേൾക്കാൻ താല്പര്യം. എപ്പോഴും വിഷയം തന്നെയാണ്. ഇത് കണ്ടുകൊണ്ട് പലരും വിളിക്കാറുണ്ടേ, പല വ്യക്തികളും. അപ്പോൾ വിളിക്കുമ്പോൾ അവരെല്ലാം ചോദിക്കുന്നത് അവർക്ക് വേറൊന്നും അറിയണ്ട, ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക, വേറെ ചോദ്യമൊന്നുമില്ല. വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ തന്നെ നമുക്ക് വിഷയമുണ്ടാകാനുള്ള കാരണങ്ങൾ എന്താണെന്ന് വ്യക്തമാകണമെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടി വിളിച്ചു, എവിടുന്ന് വിളിച്ചു, എന്താണ് നമ്മുടെ വിഷയം എന്ന് ആദ്യം പറയാം. അതിനു മുമ്പേ പ്രാർത്ഥന മാത്രം മതി, വേറൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന മാത്രത്തിലൂടെ എന്തെങ്കിലും അത്ഭുതം നടക്കും എന്നാണ് ആൾക്കാർ വിചാരിക്കുന്നത്. ഈ സാക്ഷ്യങ്ങളും ഈ ടോക്കുകളും ഒക്കെ കേൾക്കുമ്പോൾ അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ. ഞാൻ ഈ അത്ഭുതങ്ങളുടെ ആളൊന്നുമല്ല. ദൈവം തന്ന ചില കൃപകൾ മനുഷ്യന്റെ വിശുദ്ധിയിലും അവന്റെ പൂർണ്ണതയിലും അവന് കൊടുക്കാൻ വേണ്ടി കർത്താവ് ആഗ്രഹിക്കുമ്പോൾ അത് കൊടുക്കപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ പറയുന്ന മാതിരി ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ വലിയ ഗിമ്മിക്ക് കാണിക്കുന്നവരോ അത്ഭുത പ്രവർത്തകരോ ഒന്നും അല്ലെന്ന്. അത് കർത്താവിൻ്റെതാണ്. കർത്താവ് ആഗ്രഹിക്കുന്ന സമയത്ത് ആഗ്രഹിക്കുന്ന മനുഷ്യനിൽ പൂർണ്ണതയുള്ളവനിൽ പ്രവർത്തിപ്പിക്കുന്നു എന്നുള്ളതാണ് അതിന് സത്യം. അതിനൊരു ഉപകരണമായി നമ്മൾ നിയോഗിക്കപ്പെടുന്നു. ആ ഉപകരണത്തിൽ കൃപയുണ്ട്. ആ കൃപ എപ്പോൾ പ്രവർത്തിക്കണം, എപ്പോൾ കൊടുക്കണം എന്നുള്ളത് തമ്പുരാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഈ അടുത്ത ദിവസം തന്നെ എന്നെ പുറത്തൊരു രാജ്യത്തു നിന്നൊരു ചേച്ചി എൻ്റെ ഒരു വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് ഇട്ടു. ഒരു 60-65 വയസ്സുള്ള ഒരാളാണ്. ഞാൻ ചോദിച്ചു ആരാണ് എന്താണ് എന്ന് ചോദിച്ചു. അതിനെന്തോ ഒരു മറുപടി ഇട്ടു. സാധാരണ ഒരു 3, 4, 5 പേരൊക്കെ നമ്മുടെ ഒരു വാട്സപ്പിലേക്ക് ഒരു ദിവസം പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്നവരാണ്. അവരവരുടെ വിഷയങ്ങൾ പറയുമ്പോൾ അവർക്കൊരു പൂർത്തീകരണം കൊടുക്കണമെങ്കിൽ നമ്മൾ പറയുന്ന ടോക്കുകൾ അവർ കേൾക്കണം. അതിൽ നിന്ന് അവരുടെ കുറവുകൾ തിരുത്തണം. സാക്ഷ്യം പറയുന്നവരിൽ ദൈവം എങ്ങനെ പ്രവർത്തിച്ചു എന്ന് അവർ മനസ്സിലാക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ കേൾക്കാതെ അവർക്കൊന്നും കൊടുക്കാനില്ല. അപ്പോൾ വലിയ കൗൺസിലിങ്ങും സമയങ്ങളും ഒക്കെ ഒഴിവാക്കാനും നമ്മുടെ തിരക്കിനകത്ത് അത് കുറച്ച് നമുക്ക് മറ്റുള്ളവരെയും കൂടെ സേവ് ചെയ്യാനും ഒക്കെ കിട്ടുന്ന അവസരമാണ്. അപ്പം നമ്മളെന്ത് ചെയ്യും? ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഒരു 2, 3 അല്ലെങ്കിൽ ചിലപ്പോൾ 5, 8, 10 ടോക്കുകൾ അവർക്ക് ഇട്ട് കൊടുക്കും. ബാക്കി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കാൻ പറയും. ഈ ഒരു വ്യക്തി ഇതുപോലെ തന്നെ എന്നെ വിളിച്ചു, മെസ്സേജ് ഇട്ടു. ഞാൻ അവർക്കൊരു 8-10 ടോക്ക് ഇട്ട് കൊടുത്തപ്പോൾ വെളുപ്പിനെ ഒരു 4, 4:30, 5 മണി ടൈമായി കാണും. കാരണം ഞാൻ ഒരു 3:30, 4 മണിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി എടുക്കും. പ്രാർത്ഥിക്കാൻ എണീറ്റ് കഴിഞ്ഞാൽ ഒരു 10, 200, 200 ചില്ലാനും പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കാണും മിക്കവാറും. ചിലപ്പോൾ അതിൽ കൂടുതലും കാണും. അപ്പോൾ ആ പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. 6:30 കുർബാനയ്ക്ക് മുമ്പ് ഈ കാര്യങ്ങൾ ചെയ്യും. അപ്പോഴേ ഈ ടോക്ക് എന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്കൊരു മെസ്സേജ് വന്നു, നിങ്ങളവിടെ വെറുതെ ഇരിക്കുകയാണോ, ഞങ്ങളങ്ങനെ ഇരിക്കുകയല്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറേ വഴക്കൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എൻ്റെ ഐഫോണിലേക്ക് താങ്കൾ ഇതൊക്കെ ഇട്ടാൽ അതിൻ്റെ അവസ്ഥ എന്താവും എന്ന് ചോദിച്ചു. എനിക്കൊന്നും പറയാനില്ല, ഞാൻ ഒരു ബലഹീനനായ മനുഷ്യനായതുകൊണ്ട് ഞാനത് കേട്ടു ഒരു ക്ഷമ പറഞ്ഞു അവരോട്. അറിയാതെ പറ്റിപ്പോയതാ. ഒത്തിരി 2, 3, 4 പേരുണ്ടായിരുന്നു, അവർക്ക് ഒന്നിച്ചിട്ടപ്പോൾ പറ്റിയതാ. എൻ്റെ വാട്സപ്പിലേക്ക് അങ്ങനെ സാധാരണ ആരും ഒന്നും ഇടാറുള്ള ഒരു ശുശ്രൂഷ ആവശ്യമുള്ളവർ അവർക്ക് സ്വീകരിക്കും. അവർക്ക് സ്വീകരിച്ചാലേ കാര്യമുള്ളൂ. അതുകൊണ്ട് ഇട്ടുപോയതാ, ക്ഷമിക്കണമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഞാൻ അവരെ കുറ്റപ്പെടുത്തിയതോ അവരെ തള്ളിപ്പറഞ്ഞതോ അല്ല. അവരുടെ മനസ്സിൻ്റെ അവസ്ഥയും അവരുടെ ആ വിഷമങ്ങളും എത്ര വലുതാണെന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ കർത്താവിനോട് ചോദിച്ചാൽ പറഞ്ഞാൽ മനസമാധാനത്തിൻ്റെ ഒരു പൂർണ്ണത ഒരിക്കലും അനുഭവിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ് ആ വ്യക്തി. ഞാൻ പ്രാർത്ഥിച്ചു നോക്കി. അപ്പോൾ അതിൻ്റെ കാരണം അവരുടെ ആ സ്വഭാവ രൂപീകരണത്തിൽ കിടപ്പുണ്ട്. എളിമയില്ലാത്ത, വിട്ടുവീഴ്ചയില്ലാത്ത, ആ ജീവിക്കുന്ന രാജ്യത്തിൻ്റെ ആ സൗന്ദര്യത്തിൽ ആസ്വദിച്ചുകൊണ്ട് സമ്പത്തിൻ്റെ മേഖലകളിൽ വലിയ ധാർഷ്ട്യം പുലർത്തിക്കൊണ്ട് ഒക്കെ ജീവിച്ചുകൊണ്ട് വീണ്ടും അവരുടെ പ്രശ്നങ്ങളിൽ പരിഹാരം കാണുന്ന ക്രിസ്തുവിനെ തേടി വന്നിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ക്രിസ്തുവിനെ കൊടുക്കാൻ എനിക്കറിയില്ലാത്തത് കൊണ്ട് ഞാൻ ക്ഷമയൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു. ഞാൻ ഇട്ടത് ഞാൻ ഡിലീറ്റ് ചെയ്തു. ആവശ്യമുണ്ടെങ്കിൽ സഹോദരിക്ക് ഇതിൽ നിന്ന് കാണാമെന്ന് പറഞ്ഞു.
എന്നിട്ട് എന്താണ് വിഷയം എന്ന് എനിക്ക് മെസ്സേജ് ഇട്ടാൽ ഞാൻ അതിന് മറുപടി തരാം. അപ്പം ഞാൻ തിരക്കുള്ള മനുഷ്യനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എൻ്റെ വിഷയം ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമാണോ ഈ ശുശ്രൂഷ എന്ന് ഞാൻ ചേട്ടൻ ചിന്തിച്ചു പോയി. എന്തോരം ആൾക്കാരെ നമ്മൾ ഒരു ദിവസം അറ്റൻഡ് ചെയ്യുന്നെങ്കിലും ഇവരെ എല്ലാം നമുക്ക് നല്ല ഭംഗിയായി ശുശ്രൂഷ ചെയ്യാൻ കഴിയുന്നുണ്ട്. അതൊരു ദൈവകൃപയാണ്. ആൾക്കാരൊന്ന് വിലയിരുത്തുന്നത് നല്ലതാണ്. നമ്മൾ എവിടെ നിൽക്കുന്നു, നമ്മൾ എന്താണ്, നമ്മളുടെ അവസ്ഥയ്ക്ക് കാരണം നമ്മൾ തന്നെയാണോ, നമ്മുടെ സ്വഭാവ രൂപീകരണത്തിലുള്ള കുറവുകളാണോ, ദൈവം തന്ന ദാനമായ നമ്മുടെ ജീവിതം, നമ്മുടെ ജോലി, നമ്മൾ വർക്ക് ചെയ്യുന്ന രാജ്യം, ആ രാജ്യത്തിൻ്റെ സൗന്ദര്യങ്ങളൊക്കെ വേറൊരുത്തൻ നമുക്ക് അനുവദിച്ചു തന്ന ദാനവും ദൈവമാണെന്ന് ആദ്യം ഒരു മനുഷ്യൻ മനസ്സിലാക്കിയാൽ ഇവിടെയാണെങ്കിലും അവിടെയാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും അവനിൽ എളിമ കടന്നു വരും. എളിമയില്ലാത്ത ഒരു മനുഷ്യനെയും ദൈവത്തിന് ആവശ്യമില്ല. പ്രിയപ്പെട്ടവരെ, വിട്ടുവീഴ്ചയില്ലാത്ത ഒരു മനുഷ്യനെയും ദൈവത്തിന് ആവശ്യമില്ല. സ്വന്തമായി അഹങ്കരിക്കുന്നവനെയും ദൈവത്തിന് ആവശ്യമില്ല. അങ്ങനെ അഹങ്കരിക്കുന്ന വ്യക്തിയൊക്കെ ജീവിതത്തിൽ പരാജയപ്പെടും. അവൻ ഉണ്ടാക്കുന്നതും അവൻ സമ്പാദിക്കുന്നതും അവൻ വെച്ചു കൂട്ടുന്നതും അവരുടെ മക്കളും സന്തതികളും ഒക്കെ അതിന് ഭവിഷ്യത്തുണ്ടാകും. അത് വ്യക്തമായി വചനം പറയുന്നുണ്ട്. അഹങ്കാരിയെ ദൈവം ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ലെന്ന് മാത്രമല്ല ഒരു രീതിയിലും അവനെ ദൈവം സ്വീകരിക്കുന്നുമില്ല. അപ്പോൾ മനുഷ്യന് വേണ്ടത് എന്താ? ഒരു ഉടച്ചുവാർക്കലാണ്. ആദ്യം അതിന് അവൻ എന്താ ചെയ്യേണ്ടത്? അവൻ്റെ കുറവുകളിലേക്കുള്ള എത്തിനോട്ടമാണ്. ഞാൻ എപ്പോഴും പറയുന്നുണ്ടല്ലോ, എന്ത് കുറവുകൾ ഒരു നിമിഷം ഇങ്ങനെ പറയുമ്പോഴും മനുഷ്യൻ ചിന്തിക്കണം. അതാണ് പൗലോസ്ലീഹ പറയുന്ന വചനം വളരെ വ്യക്തം, വളരെ നിസ്സാരം. 2 കൊരിന്ത്യർ 12:6-7 മുതൽ ഇങ്ങോട്ട് പറയുന്നു, എൻ്റെ കൃപകളുടെ ആധിക്യത്താൽ എന്നിൽ അഹങ്കാരവും അഹന്തയും ഒക്കെ കടന്നു വരാതിരിക്കാൻ എനിക്കൊരു മുള്ളു തന്നു എന്ന്. കാരണം പൗലോസ്ലീഹയൊക്കെ എത്രയോ കൃപകളുള്ള മനുഷ്യനാണ് എൻ്റെ പ്രിയപ്പെട്ടവര്. എന്തെല്ലാം അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, ഏതൊക്കെ രീതിയിൽ ജീവിച്ചവൻ ഇല്ലേ? ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് ജീവിക്കുകയും ദൈവേഷ്ടം എന്താണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പൂർണ്ണതയോടെ സഹനങ്ങൾ ഏറ്റുവാങ്ങി ദൈവത്തിൻ്റെ ഒരു പാത്രമാകാൻ വേണ്ട ശിഷ്ടങ്ങൾ മുഴുവൻ സ്വീകരിച്ചു വന്നവൻ. അവനിലേക്ക് ദൈവം നിക്ഷേപിച്ച കൃപകളുടെ ആധിക്യത്താൽ ആ മനുഷ്യൻ നിയന്ത്രണാവിധേയനാകാൻ എനിക്കൊരു മുള്ളു കിട്ടി, ഞാനത് സന്തോഷത്തോടെ സ്വീകരിച്ചു. ആ മുള്ളിന്റെ പുറകെ ഞാൻ യാത്ര ചെയ്യുമ്പോഴും അപ്പൊ പറയണത് മനസ്സിലാക്കണം, ദൈവത്തിന്റെ കൃപകളുടെ ആധിക്യത്താൽ അതിൽ നിന്ന് വ്യതിചലിച്ചു പോകാതിരിക്കാൻ കിട്ടിയ അനുഗ്രഹമായിട്ടാണ് പൗലോസ്ലീഹ അതിനെ കണ്ടത്. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നിരവധിയായ അത്ഭുതങ്ങളും അടയാളങ്ങളും സമ്പത്തും സമൃദ്ധിയും തകർച്ചയും രക്ഷയും രോഗശാന്തിയും ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ മനുഷ്യൻ ദൈവത്തെ അറിയാതെ പോകാതിരിക്കാനും ദൈവത്തിന്റെ പദ്ധതികൾ തിരിച്ചറിയാനും ദൈവേഷ്ടം മനസ്സിലാക്കാനും ഒക്കെ ചെറിയ സഹനങ്ങളും വീഴ്ചകളും ദുഃഖങ്ങളും ഒക്കെ മനുഷ്യനുണ്ടാകും ഈ ഭൂമി ജീവിക്കുമ്പോൾ. അതില്ലാതെ ജീവിച്ചാൽ മനുഷ്യൻ അഹങ്കാരിയും ദൈവത്തെ അറിയാത്തവനും ദൈവം കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് വില കൽപ്പിക്കാത്തവനുമായി പോകും. പ്രിയപ്പെട്ടവരെ, അതാണ് അതിന്റെ കാരണം. അതും കൂടെ മനുഷ്യൻ മനസ്സിലാക്കണം. എപ്പോഴും നന്മയിലൂടെയും സന്തോഷത്തിലൂടെയും മാത്രം മനുഷ്യൻ ജീവിച്ച ആരാ ദൈവത്തെ അറിയുന്നുള്ള? ആരും കാണിയല്ല ഈ ലോകത്ത്. എന്നിട്ട് പോലും ദൈവത്തെ അറിയാത്ത നൂറുകണക്കിന് ആൾക്കാരുണ്ട്. അത്ഭുതങ്ങൾ കിട്ടിയിട്ട്, ദൈവത്തിൻ്റെ നിന്ന് കൃപകൾ കിട്ടിയിട്ട്, തകർച്ചയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഒക്കെ പിന്നീട് ആരാണ് ദൈവത്തെ തേടി പോകുന്നത്? 100 പേരിൽ ഒരാൾ കാണും. ബാക്കിയുള്ളവൻ എപ്പോഴാണ് പിന്നെ പോകുന്നത്? തകർച്ചകളും നാശങ്ങളും വീണ്ടും കടന്നു വരുമ്പോൾ, നിക്കക്കള്ളിയില്ലാത്ത അവസ്ഥ വരുമ്പോൾ വീണ്ടും തേടിച്ചെല്ലും. അങ്ങനെ നമുക്ക് തോന്നുമ്പോഴും നമുക്ക് വരുമ്പോഴും തേടിച്ചെല്ലുമ്പോഴും കൊടുക്കുന്ന സാധനം അല്ല തമ്പുരാൻ. അതും കൂടെ മനസ്സിലാക്കിക്കോ. അങ്ങനെയൊക്കെ വല്ലവരും പറഞ്ഞു തന്നെ അതൊക്കെ വളരെ തെറ്റാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അതിൻ്റെ കാരണമാണ് പൗലോസ്ലീഹയോടെ പറയുന്നത്, എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളുടെ ആധിക്യത്താൽ ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടാക്കാതിരിക്കാൻ, ഞാൻ ദൈവത്തിൻ്റെതായി തീരുവാൻ എന്നിലേക്ക് കടന്നു വന്ന സഹനത്തെ ഞാൻ സ്വീകരിച്ചു. എങ്കിലും പിശാചിന്റെ പ്രേരണയിൽ ആ വേദന എനിക്ക് കൂടുതൽ മുറിവായപ്പോൾ ഞാൻ ദൈവത്തോട് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു എടുത്തു മാറ്റാൻ. അപ്പൊ കർത്താവ് എന്നാ പറഞ്ഞു? നിനക്കെന്റെ കൃപ മതി എന്ന്. അപ്പോൾ വീണ്ടും പൗലോസ്ലീഹ സന്തോഷത്തോടെ സ്വീകരിച്ചു. സഹനങ്ങളിൽ നിന്ന് കൃപകൾ ഉത്ഭവിക്കുമെന്ന് പൗലോസ്ലീഹയ്ക്ക് പിടുത്തം കിട്ടി. എന്ന് പറഞ്ഞാൽ ദൈവത്തെ പ്രതി തരുന്ന മുറിവുകൾ, വേദനകൾ, രോഗങ്ങൾ പൂർണ്ണതയിൽ സഹിക്കുവാനുള്ള ശക്തിയിൽ നിന്ന് അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും കടന്നു വരുമെന്ന് പൗലോസ്ലീഹയ്ക്ക് മനസ്സിലായത്. പൗലോസ്ലീഹയ്ക്ക് വേണ്ടി എല്ലാ അനുഗ്രഹങ്ങളും വന്ന് പൗലോസ്ലീഹ മറ്റുള്ളവർക്ക് വേണ്ടി തന്നെ കൊടുക്കുകയായിരുന്നു. ആ അനുഗ്രഹങ്ങളെയെല്ലാം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. അതൊരു മാരകമായ രോഗാവസ്ഥയായിരുന്നു ആ മുള്ളെന്നാ പറയുന്നത്. എന്നിട്ട് പോലും പുള്ളി അത് സന്തോഷത്തോടെ സ്വീകരിച്ച് അതിലൂടെ അനുഗ്രഹങ്ങളും കൃപകളും തുറന്നു വിടാൻ വേണ്ടി മുന്നോട്ട് പോയി. നമ്മൾ അങ്ങനെയാണോ ചെയ്യുന്നത്? അല്ല. നമുക്കൊരു വേദന വന്നാൽ, ഒരു തലവേദന വന്നാൽ, ഒരു രോഗം വന്നാൽ അത് വിട്ടുമാറാനുള്ള ഓട്ടമാണ്. എവിടെ അത് മാറ്റിക്കിട്ടും, എവിടെ അത് മാറ്റിക്കിട്ടും. കർത്താവിൻ്റെ നാമത്തിൽ എന്ത് പറഞ്ഞാലും അവിടെ എല്ലാം ഓടിക്കയറി ഇത് മാറ്റിക്കിട്ടാൻ വേണ്ടി. അല്ലാതെ ഇപ്പോൾ സഹനം കടന്നു വരുന്നതിലും ഒരു ഡയറക്ഷൻ ഉണ്ട്. കാരണം ദൈവത്തിന് വേണ്ടി, ദൈവ പദ്ധതിക്ക് വേണ്ടി, ആത്മാവിനെ നേടാൻ വേണ്ടി ജീവിച്ച പൗലോസ്ലീഹയ്ക്ക് വന്ന സഹനമാണ്.
മറ്റത് അങ്ങനെയല്ല സഹനം വരുന്നത്. ദൈവത്തെ അറിയാതെ, ദൈവേഷ്ടം മനസ്സിലാക്കാതെ, സ്വന്തം ഇഷ്ടത്തിനും അഹങ്കാരത്തിനും ഭൂമിയിൽ ജീവിച്ചിട്ട് തകർച്ചയും നാശവും രോഗവും വരുമ്പോൾ അത് സഹനം എന്ന് പറഞ്ഞു കൊടുക്കുന്നതിനെ അല്ല സഹനം എന്ന് പറയുന്നത്. അതിനെ ഒരു സഹനമായി ഏറ്റെടുക്കുമ്പോഴും തൻ്റെ ജീവിതത്തിൽ വന്ന തെറ്റിന്റെ പ്രതിഫലനമാണെന്ന് മനസ്സിലാക്കുമ്പോഴും അതിനൊരു ചെറിയ ദൈവിക നീതി കിട്ടും, അതിൽ നിന്നൊരു കരുണ കിട്ടും. അതില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതല്ല യഥാർത്ഥമായ സഹനം. ദൈവത്തിന് വേണ്ടി സഹനങ്ങളേറ്റ് ജീവിക്കുമ്പോഴും, ദൈവം കൃപ കൊണ്ട് നിറയ്ക്കുമ്പോഴും, അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കൊടുക്കുവാനുള്ള കൃപകൾ കൊടുക്കുമ്പോഴും, മുൻകൂട്ടി കാര്യങ്ങൾ പ്രവചിക്കാനുള്ള ശക്തികൾ കൊടുക്കുമ്പോഴും, അതിലേക്ക് കടന്നു വരുന്ന സഹനത്തെ സന്തോഷത്തോടെ അതി തന്ന കൃപയുടെ ശക്തിക്ക് വേണ്ടിയായി ഞാനത് സ്വീകരിക്കുന്നു, അതിനുള്ള ശക്തിയാണിതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതൊരു സഹനമായി ഉൾക്കൊള്ളാൻ കഴിയുന്നതിനെയാണ് യഥാർത്ഥ സഹനം എന്ന് പറഞ്ഞാൽ. ആ സഹനത്തെയാണ് പൗലോസിയായി നമ്മൾ കാണുന്നത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, തോന്നിവാസം കാണിച്ചു, രോഗം വന്നു, അല്ലെ കള്ളു കുടിച്ചു, അങ്ങനെ ജീവിച്ചു, ഇങ്ങനെ ജീവിച്ചു, വന്നു കഴിയുമ്പം ഇനി ഞാൻ തമ്പുരാൻ്റെ കൂടെ ഞാൻ സഹനമായിട്ട് സ്വീകരിച്ചു. അതല്ല മക്കളെ സഹനം. ആരോഗ്യവും ആയുസ്സും ഉള്ളപ്പോൾ ദൈവത്തിന് വേണ്ടി ജീവിച്ചിട്ട് നല്ല രീതിയിലൊക്കെ പോകുമ്പോൾ കടന്നു വരുന്ന ചെറിയ ചെറിയ മുറിവുകൾ, വീഴ്ചകളൊക്കെയാണ് സഹനങ്ങളായിട്ട് കൊടുക്കേണ്ടത്. അതാണ് യഥാർത്ഥ സഹനം. ആ സഹനത്തിൽ നിൽക്കുന്നവൻ തകർന്നു പോവോ? ഒരിക്കലുമില്ല. അതിന്റെ പേരിൽ പൗലോസ്ലീഹ എന്ത് മേടിച്ചു? ആ വചനം താഴേക്ക് ഇറങ്ങുമ്പോൾ അതിന്റെ പേരിൽ നിരവധിയായ കൃപകൾ മേടിച്ചു പൗലോസ്ലീഹ. ആ സഹനത്തിന്റെ പേരിൽ ഇഷ്ടം പോലെ കൃപകൾ മേടിച്ചു. അത് പൗലോസ്ലീഹ പറയുന്നുണ്ട്. അഹങ്കാരത്തിന്, വാശിക്ക്, അതുപോലെ തന്നെ എളിമയില്ലായ്മയ്ക്ക്, ദേഷ്യത്തിന് ഒക്കെ അത് ഉപകാരപ്രദമായി എൻ്റെ കൃപ വർദ്ധിച്ചു എന്ന്. വിട്ടുവീഴ്ചകളുടെ ഒരു വലിയ വഴി തന്നെ അത് തുറന്നു കൊടുത്തു. അപ്പോൾ നമ്മൾ ഓർക്കണം, ക്രിസ്തീയ ജീവിതത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മുറിവുകളും ദുഃഖങ്ങളും ഒക്കെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുമ്പോൾ, നിങ്ങളിൽ ആർക്കെങ്കിലും അത് പൂർണ്ണതയിൽ ഒരു സഹനമായി ഏറ്റെടുത്തുകൊണ്ട്, കർത്താവെ നിന്റെ ഇഷ്ടത്തിൽ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിന്റെ പദ്ധതിയാണെങ്കിൽ മാത്രം. പൗലോസ്ലീഹ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ അങ്ങേക്ക് ഇഷ്ടമാണെങ്കിൽ, അങ്ങയുടെ പദ്ധതിയാണെങ്കിൽ, ഇത്രയും അനുഗ്രഹങ്ങൾ അങ്ങ് എനിക്ക് തന്നു, ഇതിൽ നിന്നൊരു ചെറിയ മുള്ളും എനിക്ക് തന്നു, അങ്ങ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത് എടുത്തു മാറ്റി എന്നെ സഹായിക്കണം. മറിച്ചാണെങ്കിൽ ഇത് നിന്നോടുകൂടെ സന്തോഷമായി ഇത് സഹിക്കാനും, ഈ സഹനത്തിലൂടെ 100 കണക്കിന് അത്ഭുതങ്ങൾ മറ്റുള്ളവർക്ക് മേടിച്ചു കൊടുക്കാനും എന്നെ അനുവദിക്കണം. നമുക്ക് വേണ്ടി മാത്രമല്ല അത്ഭുതങ്ങൾ, മറ്റുള്ളവർക്ക്, എന്തോരം രോഗികൾ, എന്തോരം തകർന്നവർ നമ്മുടെ മുമ്പിൽ വരുന്നു, അവർക്ക് വേണ്ടി ഞാൻ ഈ വേദന ഏറ്റെടുക്കുന്നു കർത്താവേ എന്ന് പറയാൻ നമുക്ക് എത്ര പേർക്ക് കഴിയുന്നു പ്രിയപ്പെട്ടവരെ? അതൊന്ന് ഓർക്കണം. അങ്ങനെ സഹനവും എളിമയും ഇല്ലാത്ത മനുഷ്യനാണ് അത്ഭുതങ്ങൾ മേടിക്കാൻ വേണ്ടി ഓടുന്നത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥനയ്ക്ക് വിളിക്കുമ്പോൾ, നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ, നമ്മളൊന്ന് ഓർത്തു നോക്കണം, നമ്മൾ ഈ ഒരു അവസ്ഥയിലാണോ ജീവിക്കുന്നതെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചെറിയ സഹനങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കടന്നു വരുമ്പോൾ എന്ത് വെപ്രാള മനുഷ്യൻ എന്നറിയാവോ? അതിനു മുമ്പ് അവന്റെ ജീവിതത്തിൽ നടന്ന അത്ഭുതങ്ങൾ അവൻ മറന്നേ പോയി. അങ്ങനല്ല മനുഷ്യനാകേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിന്റെ നാമത്തിൽ അർഹതയോടെ ഈ പറഞ്ഞ വചനം 2 കൊറിന്ത്യർ 12-ാം അധ്യായം എടുത്ത് ഒന്ന് വായിച്ചു നോക്കും, വിലയിരുത്ത്. ആ ദൈവാത്മാവിൽ എന്താണ് പൗലോസ്ലീഹ വചനത്തെക്കുറിച്ച്, സഹനത്തെക്കുറിച്ചും പറയുന്നതെന്ന് മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും. ചുമ്മാ എവിടെയും ഓടുന്നതിന് മുമ്പ് വചനം തന്നെ സ്വയം ദൈവാത്മാവിൽ വിലയിരുത്തി പഠിക്കാൻ ശ്രമിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ഈശോ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം.